ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പ്രകാശൻ കിരണിനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. മോനെ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ. സാരമില്ല, എനിക്കതിൽ സങ്കടമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു മനസ്സില്ല. കാരണം ഇപ്പം നിങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. പിന്നെ മോനെ, ഇതാരാ ചെയ്തെങ്കിലും അവർ ചെയ്തത് ചിലപ്പോൾ എന്നെ കൊടുക്കാനായിരിക്കും. ഞാനവിടെ വന്ന് കിടന്നത് സത്യമായിട്ടും കല്ലുമോനെയും കല്യാണിമോളെയും കാണാനാ, അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല എന്നും പറയണം. ദേ, നിങ്ങളുടെ ഈ പറച്ചിൽ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമല്ല. അതല്ല, നിങ്ങൾ ഈ പറയുന്നത് ആത്മാർത്ഥമായിട്ടല്ല, മറ്റെന്തെങ്കിലും ലക്ഷ്യം മനസ്സിലിട്ടുകൊണ്ടാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും നടക്കില്ല. നിങ്ങളുടെ മോന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു ഇതും നടക്കാൻ പോകുന്നില്ല. ഇല്ല മോനെ, അവനെ കണ്ട് ഞാൻ സംസാരിച്ചു. 2-3 പ്രാവശ്യം ഞാൻ ജയിലിൽ പോയി. അവനോട് ഞാൻ പറഞ്ഞു, നമുക്ക് മാറാടാ, ഇനി ഈ കാര്യത്തിലൊന്നും നമ്മൾ മുൻകൈ എടുക്കണ്ട, നമ്മൾ ആരെയും ദ്രോഹിക്കാതെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാമെന്ന്. അപ്പം അവനെന്താ പറഞ്ഞെന്നറിയാമോ? ഒരിക്കലും നടക്കില്ല, ഒരിക്കലും അത് നടക്കില്ല. അങ്ങനെ അത് നടന്നാലും സമ്മതിക്കില്ല എന്ന്. കാരണം അങ്ങനെ കിരണിനെയും കല്യാണിയെയും പിന്നെ കാർത്തികയൊന്നും ജീവിക്കാൻ അനുവദിക്കില്ല എന്നാ അവൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുത്തൻ എനിക്ക് വേണ്ട മോനെ. അവനെ മൃഗം. കാട്ടിലെ മൃഗങ്ങൾക്ക് കൂടെ മനസാക്ഷി ഉണ്ടാവും. അവരൊന്ന് മണത്ത് നോക്കി മരിച്ചു കിടക്കുന്നത് പോലെ തോന്നിയ അവർ അത് അങ്ങ് ഇട്ടേച്ച് പോകും. എന്നാൽ വിക്രം ഉണ്ടല്ലോ, ഒരിത്തിരി പോലും മനസാക്ഷിയില്ലാത്ത ഒരുത്തനാ. അവനെ നമ്മൾ വിശ്വസിക്കരുത്, ഈ ജന്മത്ത് വിശ്വസിക്കരുത്, ഞാനും വിശ്വസിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഞൊണ്ടി പോകുമ്പോൾ കിരൺ ഒന്ന് നിന്നേ. അപ്പോൾ പ്രകാശൻ അവിടെ നിന്നു. അപ്പോൾ പേഴ്സിൽ നിന്നും കിരൺ 1000 രൂപ എടുത്ത് പ്രകാശൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുക. പക്ഷേ പ്രകാശൻ അത് മേടിച്ചില്ല. വേണ്ട മോനെ, കാശൊന്നും എനിക്ക് വേണ്ട. അമ്പലത്തിന് മുൻപിലിരുന്ന് ഭിക്ഷ എടുക്കുമ്പോൾ എനിക്ക് ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ട്. 3 നേരത്തെ ആഹാരത്തിനുള്ളത് കിട്ടിയില്ലെങ്കിലും 1 നേരം വയറിറക്കാനെങ്കിലും കിട്ടുന്നുണ്ട്. അത് മതി മോനെ, എനിക്ക് കാശൊന്നും വേണ്ട. പിന്നെ ഒരാഗ്രഹം, എൻ്റെ കല്യാണി മോളെയും കല്ലുമോനെ ഒന്ന് കാണാൻ അനുവദിക്കണം, അത്രയേ ഉള്ളൂ. അത് കേട്ടതും ഇത് മേടിക്ക് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ആ പൈസ പ്രകാശൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് ദേ, ഇതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല കാര്യങ്ങൾ മാത്രം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കല്യാണിയെയും കല്ലുമോനെയും കാണണമെങ്കിൽ അവരുടെ അനുവാദം വേണം. അവർ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല എന്നും പറയാം. മോനെ, അതൊക്കെ എന്തായാലും എൻ്റെ മോളിൻ്റെ മനസ്സ് മാറാൻ ഞാൻ പ്രാർത്ഥിക്കാം. ആദ്യം നിങ്ങളുടെ മനസ്സ് മാറാൻ നിങ്ങൾ ദൈവങ്ങളോട് പ്രാർത്ഥിക്കും. അത് മാത്രമല്ല, ഞാൻ ഈ തന്ന പൈസ കൊണ്ട് നല്ല കാര്യം മാത്രം ചെയ്യും. നിങ്ങൾ ചെയ്തത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം നല്ലതായിരിക്കും. അതല്ല, നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ദൈവം തരുന്ന ശിക്ഷ ചെറുതൊന്നും ആയിരിക്കില്ല. ഇല്ല മോനെ, ഞാനിനി ഒരിക്കലും മാറില്ല. എൻ്റെ സ്വഭാവം ഈ മാറിയതുപോലെ തന്നെ ഇനി എന്നും നിൽക്കും. ഇനി ഒരിക്കലും എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു പോവില്ല. ഞാൻ മാറിയത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്, അല്ലാതെ പഴയ പ്രകാശനായിട്ട് വീണ്ടും ആ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയല്ല ഞാനിപ്പോൾ മാറിയിരിക്കുന്നത്. വരുന്നത് രാമായണ മാസമല്ലേ, ഞാൻ നല്ല വ്രതം എടുക്കാൻ പോവാൻ മോനെ, കഠിന വ്രതം. എന്തിനാണെന്നറിയാമോ? എൻ്റെ മക്കളെന്നെ മനസ്സിലാക്കാൻ, അവരോട് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് ദേവിക്ക് മുൻപിൽ ഞാൻ മാപ്പ് പറയും. അങ്ങനെയെങ്കിലും ദേവി എന്നോട് ക്ഷമിക്കട്ടെ. ഭക്ഷണം കഴിക്കാതിരുന്നിട്ടാണെങ്കിലും എൻ്റെ മനസ്സ് ദൈവം മനസ്സിലാക്കട്ടെ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പൈസ ചെലവഴിക്കാൻ പോകുന്നത് എന്നും പ്രകാശം പറയുക. അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞ് ഉപദേശിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശം പോയി കഴിഞ്ഞതും കിരണിനാകെ സങ്കടമായി. കിരൺ വിചാരിച്ചു, ഒരു തെറ്റും ചെയ്യാതെ ഇയാളെ ശിക്ഷിക്കേണ്ടി വന്നല്ലോ, പാവം. എത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഞങ്ങൾ മനസ്സിലാക്കിയില്ല ഇയാൾ തെറ്റുകാരനല്ലാന്ന്. സാരമില്ല, എന്ത് ചെയ്യാനാ, അറിയാതെയല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശൻ നടന്ന് പോകുമ്പോൾ മൂങ്ങ വരിക. മൂങ്ങയെ കണ്ടതും പ്രകാശന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ മൂങ്ങ, എടാ ചെറ്റേ, എടാ നീ ആൾ കൊള്ളാമല്ലോടാ. കിരണിനെയും കല്യാണിയെയും സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ച് നടന്നിട്ട് അവരുടെ വീട്ടിൽ കയറി ചെന്ന് അവരുടെ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ട് എൻ്റെ കൊച്ചുങ്ങളെ നീ കൊല്ലാൻ നോക്കി അല്ലേടാ. അമ്മേ, ഞാൻ അവരെ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ലമ്മേ. എടാ, പിന്നെ നീ എന്തിനാടാ ജയിലിൽ പോയത്? ഞാനേ നിന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് നീ ജയിലിലാണെന്ന്. എടാ, നീ അവരെ ഉപദ്രവിച്ച നിൻ്റെ മറ്റേ കാലം തല്ലിയൊടിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നീ എന്താ അത് മറന്നുപോയോ? അല്ല, നിന്നെ എന്തിനാ പോലീസുകാർ വെറുതെ വിട്ടത്? നീ പോലീസ് ലോക്കപ്പിലായിരുന്നില്ലേ? അമ്മേ,
തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലീസുകാർ വെറുതെ വിടും. അത് തന്നെയാ ഇവിടെ. ഓ, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നത്? അതുകൊണ്ടാണല്ലോ അമ്മേ എന്നെ അവർ വെറുതെ വിട്ടത്. ഓ, എന്നാലും ഈ പോലീസുകാർക്ക് ഇത് എന്തിൻ്റെ കേടാ? എത്ര വലിയ തെറ്റ് ചെയ്തവനെ വെറുതെ വിടുക അവർ? അല്ലമ്മേ, എന്നെ അവരായിട്ട് വെറുതെ വിട്ടതല്ല. എൻ്റെ മോളും എൻ്റെ മരുമോനുമാണ് പറഞ്ഞത് എന്നെ വെറുതെ വിടണമെന്ന്. അവർക്കെന്താ തലയ്ക്ക് ഭ്രാന്തായോ? എടാ, നീ അല്ലേടാ അവരെ കൊല്ലാൻ ശ്രമിച്ചത്. എന്നിട്ട് അവരെന്തിനാടാ അങ്ങനെ ചെയ്തത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ അവരുടെ വീട്ടിൽ പോയി കിടന്നത്, മതിലും ചാടി കഷ്ടപ്പെട്ട്? എൻ്റെ അമ്മേ, ഞാൻ പറയട്ടെ, എൻ്റെ സമയം ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ സമയത്ത് ആ വഴി പോയത്. അങ്ങനെ പോയപ്പോൾ കല്ലുമോനെയും കല്യാണി മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ മതിൽ ചാടി അകത്ത് കയറിയപ്പോൾ അവിടെ കിടന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ അമ്മേ. ആ ഉറങ്ങിപ്പോയ സമയത്താണ് ഇവന്മാർ വന്ന് കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടത്. വേറെ ഏതോ 2 പേരാ അമ്മ അത് ചെയ്തത് എന്തിനാണെന്നറിയോ? എന്നെ കൊടുക്കാനായിരിക്കും. പിന്നെ അത് ചെയ്യിച്ചതാരാന്നറിയോ? രാഹുൽ, ആ ബഗാസുരൻ അമ്മ അത് ചെയ്യിച്ചത്. രാഹുലോ? അവനെന്തിനാ അങ്ങനെ ചെയ്യിക്കണം? കല്യാണിയെയും കിരണിനെയും കൊല്ലാൻ നടക്കുന്നവനല്ലേ അവൻ. അതുകൊണ്ട് അവൻ്റെ മോളുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ കല്യാണി മോളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാനവരെ കൊല്ലാനൊന്നും ശ്രമിക്കില്ലമ്മേ. എനിക്ക് അന്നും ഇന്നും ഒരേ വാക്കേ ഉള്ളൂ. ഇനി എൻ്റെ മുൻപിൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവരെ എന്നെ കൊന്നിട്ട് എൻ്റെ മക്കളെ തൊടൂ. എൻ്റെ പെൺമക്കൾക്ക് ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലമ്മേ, ഞാൻ സമ്മതിക്കില്ല എന്നും പറയാം. ഈ പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണോടാ? അതെ അമ്മേ, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങളാരും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ. അതിലിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയും കിരൺമോനും ഒക്കെ എന്നെ വിശ്വസിക്കുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ നിങ്ങളൊന്നും എന്നെ വിശ്വസിക്കുന്നില്ല. സാരമില്ല, ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ഭഗവാനോട് ഏറ്റു പറഞ്ഞോളാം. അല്ലാതെ എനിക്ക് വേറെ വഴിയില്ലല്ലോ. നിന്നെ ആരും വിശ്വസിക്കില്ലടാ. കാരണം നീ ചിരിച്ച് കാണിച്ച് കഴുത്തറുത്ത് ആ കല്യാണി മോളുടെയും കിരൺമോൻ്റെയും വീട്ടിൽ കയറി ചെന്ന് അവരെ കൊല്ലും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യും. അതെനിക്കറിയാം. ജയിലിൽ കിടക്കുന്ന ഒരുത്തനുണ്ടല്ലോ നിൻ്റെ മോൻ, അവന് നീ വാക്ക് കൊടുത്തു കാണും. സ്നേഹം അഭിനയിച്ച് ചെന്ന് കിരണിനെയും കല്യാണിയെയും കാർത്തിക മോളെയൊക്കെ കൊന്നിട്ട് നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാമെന്ന് നീ വാക്ക് കൊടുത്തു കാണും. നിന്നെപ്പോലെ ഈ ലോകത്ത് ആൺമകനെ സ്നേഹിച്ച ഒരപ്പനും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കേട്ടതും നമ്മുടെ പ്രകാശൻ, അമ്മ പറഞ്ഞോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഈ മാറ്റം സത്യസന്ധമാണ്. ഇനി വിക്രത്തിനോടൊപ്പം ചേരാനും വിക്രത്തിനെ കൂട്ടുപിടിക്കാനും വിക്രത്തിനെ സഹായിക്കാനും ഞാൻ പോകില്ലമ്മേ. രാഹുലുമായിട്ട് നിനക്ക് കൂട്ടുണ്ടായിരുന്നില്ലടാ. അവരൊക്കെ നിൻ്റെ കൂട്ടുകാരന്മാരായിരുന്നില്ലേ? ആയിരുന്നു. അത് എൻ്റെ സമയം ശരിയല്ലാത്തതുകൊണ്ട്, എൻ്റെ സമയദോഷം കൊണ്ട് ഞാൻ കൂട്ടുകൂടിയതാ. എന്നാൽ ഇപ്പം എനിക്ക് അവന്മാരായിട്ടൊന്നും ഒരു കൂട്ടുമില്ല. ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ഞാൻ നിർത്തി. എൻ്റെ മക്കളെ ഉപദ്രവിക്കുന്നവന്മാരെ എനിക്കിപ്പോൾ ശത്രുക്കളാ അമ്മേ, ശത്രുക്കൾ. അമ്മ ഒരു കാര്യം എനിക്ക് വേണ്ടി സാധിച്ചു തരണം. എൻ്റെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് എൻ്റെ പേർന്ന് ഭക്ഷണം കഴിക്കാൻ അവരോട് പറയണം. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുള്ളൂ. അങ്ങനെ ഞാൻ പറയുമ്പോഴേ അവരുടെ പേടി എന്താണെന്നറിയാമോ? അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പെൺമക്കളെ കൊല്ലാൻ വേണ്ടി നീ അതിൽ വിഷം ചേർക്കുമെന്ന. അത് കേട്ടതും പ്രകാശൻ തകർന്നു പോയി. മിണ്ടാതെ പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയും പോയി. ഈ സമയം പിന്നീട് കല്യാണിയെയും കിരണിനെയുമാണ് ദീപയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കാത്തിരിക്കുക. അപ്പോഴേക്കും കിരണെത്തിയതും കല്യാണി ചോദിക്കുക, എന്തായി കിരണേട്ടാ, അയാളെ വെറുതെ വിട്ടൂല്ലേ? വെറുതെ വിട്ടു കല്യാണി. ഇത് ചെയ്തത് വേറെ ആരുമല്ല, അയാളെ നിരപരാധിയാ. പാവം, നമ്മൾ അയാളെ വെറുതെ തെറ്റിദ്ധരിച്ചു. പിന്നെ ആരെ മോനെ ഇത് ചെയ്തത് എന്നും ദീപ ചോദിക്കുക. വേറെ ആര്? അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരുത്തന്നെ ഇപ്പോൾ മാറി നിൽക്കുവാണല്ലോ, അവൻ തന്നെ. ആര്? രാഹുലോ? അതെ, അവനെ ഇത് ചെയ്തത് നമ്മളെ കൊല്ലാൻ വേണ്ടി. അത് കേട്ടതും എന്നാലും അയാളുടെ സ്വഭാവം അങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ കിരണേട്ടാ. അത് തന്നെയാണ് എനിക്കും പിടികിട്ടാത്തത്. അതുകൊണ്ട് 1000 രൂപ ഞാൻ കയ്യിൽ വെച്ച് കൊടുത്തിട്ടാണ് വന്നത്. എന്തിനാ മോനെ അയാൾക്ക് പൈസ കൊടുത്തത്? അത് പിന്നെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ, അയാൾ തെറ്റ് ചെയ്യാതെയാണ് അയാളെ നമ്മൾ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. അയാൾക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്തു. കുറേ തല്ല് കിട്ടി. പാവം, തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞപ്പോൾ എന്തോ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നൊക്കെ കിരൺ പറയാണ്. എന്നാലും അധികം അയാൾ അടുപ്പിക്കേണ്ട മോനെ. ഇനി ആ രാഹുലിനോട് പറയിപ്പിച്ചതൊക്കെ ചെയ്യിച്ചതും അയാൾ തന്നെയാണോ എന്ന് ആര് കണ്ടു? അതും ശരിയാണ്. പക്ഷെ അയാൾ തെറ്റ് ചെയ്യാതെ അയാളെ കണ്ണോടിച്ച് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയം എന്തായാലും അപ്പുറത്തുള്ളവന്മാരെ സൂക്ഷിക്കണം. ആ രാഹുലിനെയും നമ്മളെ കൊല്ലാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. അവനെ നേരിട്ടൊന്ന് കാണട്ടെ. ഗുണ്ടകൾ പറഞ്ഞ കാര്യവും
പിന്നെ രാഹുലാണ് പ്രതി എന്നുള്ള കാര്യമൊക്കെ വെച്ച് നോക്കിയപ്പോൾ പ്രകാശൻ ഇതിൽ പ്രതിയല്ലാതെ മനസ്സിലായി. അയാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മോളെ. അയാൾ മാറിയെന്ന് മൊത്തമായിട്ട് വിശ്വാസമായാൽ മാത്രമേ അവനെ അടുപ്പിക്കാവൂ. മകന് വേണ്ടി മകൻ ചത്താലും കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. അതുകൊണ്ട് സൂക്ഷിക്കണേ എന്നൊക്കെ പറയുക. ശരി അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ അകത്തേക്ക് പോവും. കല്യാണി അവിടെ നിൽക്കുക. അപ്പോൾ കിരണാണെങ്കിൽ ടെൻഷനൊക്കെ ആയിട്ട് അകത്തേക്ക് പോവുക, എന്ത് ചെയ്യണമെന്നറിയാതെ. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ്. ശാരി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സരയു ആ 18 പവൻ്റെ മാലയും കഴുത്തിലിട്ടുകൊണ്ട് ഒരു ചുരിദാറും ഇട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു വരിക. അപ്പോൾ നമ്മുടെ ശാരി മോളെ എന്താ എങ്ങോട്ട് പോവുക മോളെ? ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക, നിങ്ങൾക്ക് എന്താ? ഞാൻ എവിടെ പോയാലും നിങ്ങളോട് പറയണോ? അതല്ല മോളെ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോ മോളെ. എനിക്കെങ്ങും വേണ്ട, നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ തന്നെ അങ്ങോട്ട് കഴിക്കേ. മോളെ നീ ഇത്രയും വലിയ മാലയിട്ട് പോകുന്നുണ്ടല്ലോ, അത് സ്വർണ്ണമാണോന്ന് ഞാൻ ചോദിച്ചപ്പോൾ മോളെന്നോട് പറഞ്ഞില്ലേ ഉരച്ചു നോക്കാൻ? എന്നാൽ ഞാനത് പറയുമോ മോളോട് തിരിച്ച്? ഒന്ന് ഉരച്ചു നോക്കുന്നത് നല്ലതായിരിക്കും മോളെ, ഇല്ലെങ്കിൽ അത് മോൾക്ക് തന്നെയാണ് നാളെ വിഷമമായി മാറുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഈ മാല ഞാൻ ഉരച്ചു നോക്കി എൻ്റെ മനുവേട്ടനെ സംശയിക്കണം അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മനുവേട്ടൻ എനിക്ക് മേടിച്ചു തന്നിരിക്കുന്ന സ്വർണ്ണമാണ്, അതിലെനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തീരെ ശരിയായ കാര്യമല്ല. എൻ്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ദിവസവും വെറുതെ ഓരോന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ ഇവിടെയില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് എന്നെ അമേരിക്കയിലേക്ക് പറഞ്ഞു വിടാതിരിക്കാനല്ലേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അത് കേട്ടതും നിൻ്റെ വിശ്വാസം അതാണെങ്കിൽ എനിക്ക് നിന്നെ തടയാനൊന്നും പറ്റില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല മോളെ. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും എല്ലാവരും ഉണ്ടായിട്ടും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റുകൾ കൊണ്ടാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു തോന്നലുണ്ടല്ലോ. എന്നാലേ ഇത്തിരിയൊക്കെ സൂക്ഷിച്ചും കണ്ടും ജീവിച്ചോ. ഒരു കാര്യം ഞാൻ പറയാം, അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് പേരെയൊക്കെ കാണാനുണ്ട്. അവരെയൊക്കെ കാണാൻ ഞാൻ പോവുക. വെറുതെ എന്നെ വിളിച്ച് ശല്യം ചെയ്യണ്ട എന്നൊക്കെ പറയുക. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ മകളല്ല ഞാൻ, അത് നിങ്ങൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞതാ. എന്നിട്ടും നിങ്ങളെന്താ ഇവിടെ ഒന്നും പോകാത്തത്? എങ്ങോട്ട് പോകാനാ മോളെ? ചില സമയത്ത് മരിക്കണമെന്നൊക്കെ തോന്നും, പക്ഷേ മരിക്കാൻ മനസ്സനുവദിക്കില്ല. അതെന്താ? ചാകുന്നെങ്കിൽ അങ്ങ് ചത്തൂടെ? മനുഷ്യന് ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ. ചാകണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു ദിവസം മോൾക്ക് വല്ല തിരിച്ചടിയും ഉണ്ടായ ആ സമയത്ത് താങ്ങായി നിൽക്കാൻ ഞാനല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് മോളെ ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും കടിച്ചും പിടിച്ചും ജീവിക്കുന്നേ. അയ്യോ, എന്നെ താങ്ങേണ്ട ആൾ എൻ്റെ കൂടെ തന്നെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ താങ്ങേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സരയു പോകാൻ ഒരുങ്ങിയിട്ട് ഇങ്ങനെ മാലയെ തൊട്ട് നോക്കുക. ഇവരെന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഈ മാലയൊന്ന് ഉരച്ച് നോക്കിയേ കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സരയു അങ്ങ് പോവുക. ഈ സമയം ശാരി സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം തട്ടാൻ്റെ അടുത്ത് പോയി നമ്മുടെ സരയു അത് ഉരച്ചു നോക്കാൻ പറയുക. ഇതേ കണ്ടില്ലേ, സാധാരണ ഒരു മാലയിലും ഇങ്ങനെ സ്വർണം പൂശാറില്ല. ഇത് സ്വർണ്ണമല്ല, സ്വർണം പൂശിയതാ. അല്ല, ആരെങ്കിലും മേടിച്ചതെന്നാണോ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഇത് തന്നിട്ട് പൈസ മേടിച്ചോ? അങ്ങനെയാണെങ്കിൽ കുറേ ലക്ഷങ്ങൾ പറ്റിച്ച് കാണുമല്ലോ. സൂക്ഷിക്കണേ. എന്തിനാ കൊച്ചെ ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പോയി ചെന്ന് വീഴുന്നത്? ഇതൊട്ടും സ്വർണ്ണമല്ല, ഒന്നും കൂടെ ഒന്ന് പരിശോധിക്കാവോ ചേട്ടാ? അതിനെന്താ, വിശ്വാസമായില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം എന്നും പറഞ്ഞ് വീണ്ടും അത് വരച്ച് ആ വെള്ള കളർ കാണിച്ചു കൊടുക്കുക. കണ്ടോ, മാലയുടെ കളർ മങ്ങി വെള്ള വന്നിരിക്കുന്ന കണ്ടോ? അതാ പറഞ്ഞത് സ്വർണ്ണമല്ലാന്ന്. സൂക്ഷിച്ചോ, ഇത്രയും കാശ് പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ സരയു ആ മാല മേടിച്ച് ബാഗിലിടുക. എന്നാലും എന്നെ പറ്റിച്ച് കളഞ്ഞല്ലോ മനുവേട്ടൻ എന്നും ആലോചിച്ചുകൊണ്ട് എന്നിട്ട് തട്ടാനെ കാശ് കൊടുത്തിട്ട് സരയു പുറത്തേക്ക് പോയി. അതിനുശേഷം തിരിച്ചു വന്നിട്ട് കയ്യിൽ കിടക്കുന്ന ആ മോതിരം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് വരച്ച് നോക്ക്, അത് നല്ലത്, ചിലപ്പോൾ സ്വർണ്ണമല്ലായിരിക്കും എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവുക. അപ്പോൾ തട്ടാനൊന്നും മനസ്സിലായില്ല, ഈ കൊച്ചെന്ത് ഇങ്ങനെ പറഞ്ഞിട്ട് എന്ന് ആലോചിച്ചുകൊണ്ട് മോതിരം തിരിച്ചു മറിച്ചൊക്കെ നോക്കുക. ഈ സമയം വണ്ടിയിലിരുന്ന് നമ്മുടെ സരയു ആലോചിക്കുകയാണ്. എന്നാലും എനിക്ക് താങ്ങായിട്ട് ഒരുത്തനുണ്ടാവുമല്ലോ എന്ന് കരുതി നിന്നതാ. അവനെന്നെ ചതിച്ചു, അവനെന്നെ പറ്റിച്ചു. എന്തായാലും ഈ മാല 18 പവനാണെന്നും പറഞ്ഞ് അവനെന്നെ പറഞ്ഞ് പറ്റിച്ചല്ലോ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നും ആലോചിച്ചുകൊണ്ട് സരയു വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. ഇതേ സമയം കല്യാണിയും കാർത്തികയാണ് കാണിക്കുന്നത്. രണ്ടുപേരും വരിക. അപ്പം മൂങ്ങ, മക്കളെ, ഞാൻ അങ്ങോട്ട് വരെ ഇരിക്കുമായിരുന്നു, ഞാൻ കാദംബരി മോളുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണ്, അതറിയാം. അമ്മമ്മ വിളിച്ചപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങ് പോകുന്നതാ. പിന്നെ ചേച്ചിയും വിളിച്ചു പറഞ്ഞായിരുന്നു. ആണോ? എന്തായി അമ്മ കാര്യങ്ങളൊക്കെ? അവനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു മോളെ. അവൻ എന്നോട് പറയുക, നിങ്ങൾ പെൺമക്കളെയൊക്കെ സ്നേഹിക്കണം, നിങ്ങളുടെ പെൺമക്കളുടെ ഒക്കെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്.
അവൻ പറഞ്ഞത് ഞാൻ കണ്ണോടിച്ച് വിശ്വസിച്ചൊന്നുമില്ല. അവനെ പഠിച്ച കള്ളനെ അടുപ്പിക്കരുത് മോളെ. ഏയ് ഞങ്ങൾ അടുപ്പിക്കണമൊന്നുമില്ല അമ്മമ്മേ. ഞങ്ങൾക്കും അറിയാലോ അവൻ്റെ സ്വഭാവം. അതെ, ഗുഹയ്ക്കകത്ത് ഒരുത്തൻ ഒളിച്ചിരിപ്പുണ്ട്. അവനെ ഒളിച്ചിരിക്കുന്നതേ നിങ്ങളെയൊക്കെ വന്ന് കൊല്ലാനാ. ജയിലിൽ നിന്നും ഇറങ്ങി നിങ്ങളെയൊക്കെ വന്ന് കൊല്ലാൻ. അതിന് അവന് വാക്ക് കൊടുത്തിട്ടുണ്ടാവും ആ പ്രകാശൻ എന്നും പറഞ്ഞ് മൂങ്ങ. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കാർത്തികയും നമ്മുടെ കല്യാണിയും. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.